ബഹുമാനയുടെ വി.പി. മുസ്തഫ പറഞ്ഞൊരു കാര്യത്തിനാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം തോന്നിയത്. കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു, തൊട്ടപ്പുറത്ത് അയൽരാജ്യ ശ്രീലങ്കയിൽ ജനതാവിമുക്തി പെരുമൻ അധികാരത്തിൽ വരുന്നു. വളരെ ദൂരെ ചില്ലി ലാറ്റിൻ അമേരിക്കയിൽ ഇടതുപക്ഷ പാർട്ടികൾ, ഇവിടെ മാർക്സിസ്റ്റ് പരമായിട്ട് ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികൾ വരുന്നു. അപ്പോൾ ലോകവ്യാപകമായിട്ട് വലതുപക്ഷ രാഷ്ട്രീയം ഇങ്ങനെ എന്താ പറയുക വീശിയടിക്കുന്ന കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം വരുന്നു. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ തിരിച്ചു പറയാനുള്ള ചങ്കൂറ്റമായിരുന്നു CPM-ന് വേണ്ടത്. ഞങ്ങൾ ഒരേ ശ്വാസത്തിൽ പറയുന്നു, RSന്റെ പ്രത്യയശാസ്ത്രത്തെയും കോൺഗ്രസിന് ബൂർഷ്വാ രാഷ്ട്രീയ പരമ്പരയും ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയാനുള്ള ആർജവമാണ് CPM ഇന്ന് കാണിക്കേണ്ടത്. പകരം കോൺഗ്രസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ CPM നിലനിൽക്കാൻ സാധിക്കൂ എന്ന ഗതികേട് CPM-നെ ബാധിച്ചു എന്നുള്ളതാണ് എൻ്റെ അകത്ത്. CPM പറയേണ്ട കാര്യമാണ്, ഞങ്ങൾ എതിർക്കുന്നു, RSനെ എതിർക്കുന്നു. RS എന്തുകൊണ്ട് എതിർക്കുന്നു? CPM കൃത്യം എതിർക്കാൻ പറ്റും. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിർക്കുന്നു RSS. അതേപോലെ കോൺഗ്രസിനെ കുറിച്ച് വലിയ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയെന്ന് ഒരു ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് വിലയിരുത്തില്ല. ലിബറൽ ബൂർഷ്വാ പാർട്ടിയായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തിയിട്ട് എല്ലാ കാലത്തും. മാത്രമല്ല, ഇന്ന് ബഹുമാനയുടെ MAV പറയുകയും ചെയ്തു, നവലിബറൽ നയങ്ങൾ ഉദ്ഘാടനം ചെയ്തും തുടങ്ങിയതും നടപ്പാക്കിയതും നരസിംഹറാവു മാത്രമല്ല ഇവർ ഒരു ഘട്ടത്തിൽ പിന്തുണത്താനും മൻമോഹൻ സിംഗ് ഗവൺമെൻറ്. അപ്പോൾ ആ നിലയിൽ പ്രത്യയശാസ്ത്രമായിട്ട് വൈരുദ്ധ്യം, ഈ പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യം ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു മേഖലയായിരുന്നില്ല. കോൺഗ്രസ് പല രാഷ്ട്രീയമായിട്ട് സഹവർത്തിക്കുകയും ഒരുമിച്ച് പോവുകയും ചെയ്യുന്ന കാര്യം ഒരു ലിബറൽ സ്വഭാവമുള്ള പാർട്ടിയാണ്. പ്രത്യയശാസ്ത്ര ശരിക്കും പറയുന്നത് രാഹുൽ ഗാന്ധി സമീപകാലമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ വൊക്കാബുലറികൾ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രത്യയശാസ്ത്ര വാക്ക് സിദ്ധാന്ത വാക്കല്ല ഉപയോഗിച്ചത്. അത് ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയേണ്ട കാര്യമാണ്, ഞങ്ങൾക്ക് വൈരുദ്ധ്യമുണ്ട്, RSI വൈരുദ്ധ്യമുണ്ട്, കോൺഗ്രസുമായിട്ട് വൈരുദ്ധ്യം, ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ഇത് പ്രധാനപ്പെട്ട കാര്യം. CPM-നെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം എന്നുണ്ടെങ്കിൽ ദേശീയ രാഷ്ട്രീയം രണ്ടുപേരും ഉണ്ടെങ്കിലും അധികം ദുർബലമാണ് രണ്ടുപേരുടെ സ്ഥിതി. ഇതാണ് യാഥാർത്ഥ്യം. ആ ദുർബലമായ സ്ഥിരകാഴ്ച കോൺഗ്രസ് സംബന്ധിച്ചാലും കർണാടകത്തിലുണ്ട്, തെലങ്കാനയിലുണ്ട്. പറയാം CPM-നെ സംബന്ധിച്ച് രണ്ടുപേരെ ശക്തിദുർഗം എന്ന് പറഞ്ഞാൽ കേരളമാണ്. ഈ ശക്തിദുർഗത്തിൽ ജീവൻ മരണ പോരാട്ടം രണ്ട് പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വെച്ചുകൊണ്ട് രണ്ടുപേർക്ക് പരസ്പരം അവരുടെ സെക്യുലർ ക്രെഡൻഷ്യൽസ് ചോദ്യം ചെയ്യുക എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചോളം, കേരളത്തിൻ്റെ ഡെമോഗ്രാഫിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യമാണ്. വി.പി. മുസ്തഫയും M. ലിജുവും ഒക്കെ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ സെക്യുലർ ക്രെഡൻഷ്യൽസ് പരസ്പരം ആരോപിച്ചുകൊണ്ടും BJP ആയിട്ട് അവർക്ക് പരസ്പരം ഒരു ബന്ധം ആരോപിക്കാൻ അവർ രണ്ടുപേരുടെ ആവശ്യമാണ്. കാര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് ഒരുപക്ഷെ അതിൻ്റെ ഒരു സാധ്യത അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന കാര്യം ഈ പ്രായോഗിക അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കേരളത്തിൽ ഇവരുടെ ഒരു ശക്തിദുർഗമായതുകൊണ്ട് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജീവൻ മരണ പോരാട്ടം. കാര്യം CPM ആണെങ്കിൽ 3.0 എന്ന് കാത്തിരിക്കുക, പിണറായി 3.0 എന്ന മുൻനിർത്തിയുടെ പ്രവർത്തനത്തിലാണ്. അതേസമയം കോൺഗ്രസ് നിലമ്പൂരിന് ശേഷം മനസ്സിലാക്കി കേരളത്തിൽ ശക്തമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് CPM പരസ്പരം നേരിട്ടേ പറ്റുള്ളൂ. ആ യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി. പക്ഷേ രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഇപ്പോൾ മാത്രമല്ല, മുമ്പും പിണറായി വ്യക്തിപരമായിട്ട് രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടുണ്ട്. അന്നും CPM നിലപാടെടുത്തു. പിണറായി മാത്രമല്ലോ, ഇപ്പോൾ പാർട്ടി തന്നെ നോക്കുക, 2022 24 ഒക്കെ കേന്ദ്ര കമ്മിറ്റി തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസിനെതിരെ. അതുപോലെ BJP-ക്കെതിരെ ഒരു പട നയിക്കാനുള്ള സെക്യുലർ ക്രെഡൻഷ്യൽ കോൺഗ്രസിനുണ്ടോ എന്ന ചോദ്യം തന്നെ CPM ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒരുതരം വിമർശനമാണ്. അപ്പോൾ പരസ്പരമുള്ള ഈ വിമർശനങ്ങൾ അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് എന്തിനാണ്? CPM തന്നെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട് പലപ്പോഴും. കാര്യം BJP-യിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് കോൺഗ്രസും. CPM-ൻ്റെ സ്ഥിരമായിട്ട് വിമർശനമാണ്. അപ്പോൾ ആ നില വൈരുദ്ധ്യം എത്ര മൂടി വെച്ചാൽ വൈരുദ്ധ്യം. പക്ഷേ കേരളത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതിൽ CPM-ന് പ്രശ്നമുണ്ട്. കാരണം ദേശീയ നേതാവ് നിലയ്ക്ക് മാത്രമല്ല, കേരളത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന ചലനങ്ങളെക്കുറിച്ച് CPM ആശങ്കാകുലരാണ്. കാര്യം തെരഞ്ഞെടുപ്പുകളിൽ പരിണാമവും തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നടത്തുന്ന ക്യാമ്പയിനെ കുറിച്ചിട്ട് ഇവർക്ക് ആശങ്കയുണ്ട്. കാര്യം അത് ചിലപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആ നിലയിൽ രാഹുൽ ഗാന്ധിയെ നീക്കി നിർത്തുക രാഷ്ട്രീയ ഈ വിമർശനം ഉന്നയിക്കാൻ CPM സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്ന രാഷ്ട്രീയക്കാരെ ഒരു പ്രായോഗിക രാഷ്ട്രീയ അത്തരക്കാരും ഉന്നയിക്കാൻ CPM നിർബന്ധമാണ്. പക്ഷേ ഇവിടെ കാര്യം എന്ന് പറയുന്നത്, രണ്ടുപേരെ സംബന്ധിച്ച് കേരളത്തിൽ ഇതൊരു കേരളത്തിലേ ഉള്ളൂ. അത് പറയുമ്പോൾ കർണാടകത്തിൽ തെലങ്കാന കോൺഗ്രസ്, പക്ഷേ ആ ജീവൻ മരണ പോരാട്ടത്തിൽ പോകുമ്പോൾ ഈ പരസ്പരം ഇവരാണ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് BJP എതിർക്കാന്ന് ഈ രണ്ടുപേരെ സംബന്ധിച്ചാൽ ആ വോട്ട് വരുന്ന സ്ഥലം ഇവിടുന്നാണ്. അതുകൊണ്ട് ഇവർക്ക് അത് അങ്ങനെ എതിർത്തേ പറ്റും. ആ രാഹുൽ ഗാന്ധി ആ പ്രായോഗിക രാഷ്ട്രീയമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അജിംസ് പറഞ്ഞാൽ N. ശ്രീകുമാറിൻ്റെ അഭിപ്രായം യോജിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമയത്ത് ഉമ്മൻചാണ്ടി രാഷ്ട്രീയമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ മലയാളികൾക്ക് നന്നായിട്ട് അറിയാം ഉമ്മൻചാണ്ടി രാഷ്ട്രീയം എന്തായിരുന്നു, എങ്ങനെയാണ് ജനപ്രിയമായത്. ശ്രീകുമാർ ഉപയോഗിച്ച കൃത്യമായി ജനപ്രിയമായിരുന്നു, എങ്ങനെയാണ് ജനങ്ങളോട് ബന്ധപ്പെട്ട് ഒരു സിദ്ധാന്തവും ഇല്ല. രാഹുൽ ഗാന്ധി പൊതുവെ അക്കാദമിക് സ്വഭാവമുള്ള നേതാവ്, നിങ്ങൾക്ക് എല്ലാവർക്കും അക്കാദമിക്കലി സംസാരിക്കുന്ന ആളാണ്. ഉമ്മൻചാണ്ടിക്ക് അത്ര യാതൊരു തരത്തിലുള്ള ജാടയും അങ്ങനെയുള്ള ഒരു ധാരണ വെച്ച് പുലർത്തുന്ന ആളാണ്. വളരെ ജനകീയമായി ജനപ്രിയമായി രാഷ്ട്രീയം കൊണ്ടുവരുന്ന ആളാണ്. ഈ വലിയ വായനക്കാരാണ്, പരന്ന വായനക്കാരനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഉമ്മൻചാണ്ടി ഇതുവരെ നടത്താൻ നമ്മൾ കണ്ടില്ല. പക്ഷേ എങ്കിലും ജനകീയനായിരുന്നു, ജനപ്രിയനായിരുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രായോഗികതയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധി വളരെ ഉപരിപ്ലവമാക്കുക, ഫീലിങ്സ്, വികാരം. അത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന അത്ര നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല. കാര്യം വികാരം തന്നെയാണ് കേരളത്തിൽ പല രീതിയിലും ഇന്ത്യയിലൊക്കെ ചൂഷണം ചെയ്യുന്നത്. പല രീതിയിലും ചൂഷണം ചെയ്യുന്ന വികാരത്തെയാണ്. ആ വികാരത്തിൻ്റെ രാഷ്ട്രീയം. അപ്പോൾ ജനവികാരം എന്നൊക്കെ വേണമെങ്കിൽ ഒരു പ്രത്യേകതയിൽ പറയാൻ പറ്റും. അപ്പോൾ രാഹുൽ ഗാന്ധി വളരെ സൂപ്പർവ്വൽസനായ വിമർശനം, അത് അക്കാദമിക്കൽ വിമർശനമൊന്നുമല്ല.
CPM വിമർശിക്കാൻ 100 കാര്യങ്ങളുണ്ട്. CPM വിമർശിക്കാനും രാഷ്ട്രീയം വിമർശിക്കാനും. ആ വിമർശനത്തിൽ ഫീലിങ്സ് എന്ന് പറഞ്ഞു. പക്ഷേ അത് അക്കാദമിക് വിമർശനം വളരെ ഉപരിപ്പുള്ള തരത്തിൽ ഒരു ദേശീയ നേതാവ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഒരു നെഹ്റുവിയൻ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വയന്ന് വരുന്ന വായൊന്നുമല്ല ഫീലിങ്സ് എന്നൊക്കെ വിളിക്കുന്ന രാഷ്ട്രീയം. അത് കേരളത്തിൽ രാഷ്ട്രീയ നേതാവിന് പറയാവുന്ന ഒരു സാധാരണ പ്രസക്തി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വികാരങ്ങൾ മനസ്സിലാക്കിയാണ്. ഉമ്മൻചാണ്ടി വികാരം മനസ്സിലാക്കിയിട്ടില്ല, ആർക്കറിയാത്തത് നമുക്കെല്ലാവരും. അപ്പോൾ ആ വിമർശനം വലിയ കാതലൊന്നുമില്ല ആ വിമർശനത്തിൽ. പക്ഷേ പ്രത്യയശാസ്ത്രമായിട്ട് വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ആ വൈരുദ്ധ്യം CPM ആണ് പറയേണ്ട. വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. CPM ബൂർഷ്വ പാർട്ടിയാണ്. അതുകൊണ്ട് ആ വൈരുദ്ധ്യം നിലനിൽക്കേണ്ട. ആ വൈരുദ്ധ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രായോഗിക തലത്തിൽ ഏറ്റവും പ്രസക്തവുമാണ്. കാര്യം വരാൻ പോണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അവരുടെ മുഖ്യശത്രു BJP ആയിരിക്കുന്നതിന് ഇവർ പരസ്പര ശത്രുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശക്തിദുർഗത്തിൽ അവർ രണ്ടുപേരും ജീവൻ മരണ പോരാട്ടം നടന്ന സമയത്ത് ഈ പ്രായോഗിക രാഷ്ട്രീയത്തിന് വില പോകുന്നുള്ളൂ. അത് നമ്മൾ വരുന്ന കോൺഗ്രസ് ബൂർഷ്വാ പാർട്ടിയാണ് എന്ന വിമർശനം ഉന്നയിച്ചാൽ എന്താണ് ഈ ബൂർഷ്വായിസം എന്ന ആൾക്കാർ ചിന്തിക്കില്ലേ?